ഹരിയോടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. മറ്റു ദേവന്മാരിൽ നിന്ന് പരമശിവനെ വ്യത്യസ്തനാക്കുന്നൊരു തൃക്കണ്ണുണ്ട്. എന്തുകൊണ്ടായിരിക്കും പരമശിവന് മൂന്നാമതൊരു കണ്ണുകൂടെ നൽകാൻ കാരണം? നമ്മൾ പരമശിവനെ പറ്റി നമ്മൾ പല അധ്യായത്തിലും നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പരമശിവനെ നമ്മൾ കണക്കാക്കുന്നത് ശക്തിയുടെ മൂർത്തിയായിട്ടാണ്. ശക്തി എന്ന് പറഞ്ഞാൽ ശക്തി സംഭരിച്ച് വയ്ക്കുന്ന ഒരു മൂർത്തിയായിട്ടാണ്. അതായത് എത്രയാണ് പരമശിവൻ്റെ അല്ലെങ്കിൽ അത് ശക്തി എന്ന് നമുക്ക് ഒരിക്കലും നിർണ്ണയിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ സമൂഹം, ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും എല്ലാം പ്രവർത്തിക്കേണ്ടത് ഈ ശക്തി അടിസ്ഥാനപ്പെടുത്തിയാണ്. ഈ ശക്തി ഓരോന്നിലേക്ക് നൽകുമ്പോൾ അത് അതിൻ്റെ ഏറ്റക്കുറച്ചുകൾ, അതിന് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ആവശ്യത്തിനനുസരിച്ച് മാത്രമേ ഓരോന്നിനും ശക്തി നൽകാൻ കഴിയുള്ളൂ. വലിയൊരു സംഭരണശാലയിൽ നിന്ന് ശക്തി പുറത്തേക്ക് പോകുമ്പോൾ അത് കൃത്യമായിട്ടുള്ള മീറ്ററിലല്ല പുറത്തേക്ക് പോകുന്നതെങ്കിൽ ഓരോ ഭാഗത്തേക്കും ശക്തി കൊടുക്കുമ്പോൾ ആ ശക്തിക്ക് അല്പമെങ്കിലും അധികം ഡോസ് വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. അത് വലിയ അപകടമാകും. വലിയൊരു സ്റ്റോറേജ് ആയിട്ടുള്ള ഇത്രയും വലിയ ശക്തി സൂക്ഷിച്ചിട്ടുള്ള മഹാദേവൻ എന്നുള്ളൊരു ശക്തിക്ക് തീർച്ചയായിട്ടും നല്ല ശക്തി പ്രവഹിക്കുന്ന പോലെ രണ്ട് കണ്ണ് വളരെ മൈൽഡായിട്ട് നോക്കുകയാണ്. ഈ ലോകത്തെ മുഴുവൻ കാണുകയാണ്, ആ ലോകത്തേക്ക് മുഴുവൻ ശക്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കണ്ണും കൂടെ ഉണ്ട്. ആ കണ്ണ് കുറച്ച് അപകടമാണ്. നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ പല കഥകളിലൊക്കെ എങ്ങനെയാണ്, കഥകളിൽ പറയണു മഹാദേവൻ തൃക്കണ്ണ് തുറന്നു ഭസ്മമായി എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയാം ഇങ്ങനെയുള്ള എത്ര ഇൻസിഡൻസ് ചിലപ്പോൾ വരുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് നമുക്ക് വയനാടുണ്ടായ ഒരു ദുരന്തത്തെ നമുക്കൊന്ന് കാണാം. വളരെ പെട്ടെന്ന് രാത്രി 1 മണി നേരത്ത് പെട്ടെന്ന് ഒരു എന്താ പറയുക ഉരുൾപൊട്ടലുണ്ടാവുകയാണ്. അതുവരെ അവിടെ കിടന്നിരുന്നത് ആരും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടൊരു മല തന്നെ പൊട്ടി അതിൽ നിന്നും ഭീകരമായിട്ടുള്ള വെള്ളവും കല്ലും എല്ലാം കൂടെ ഒലിച്ചു വന്ന് ഒരു പ്രദേശം മുഴുവൻ, അവിടുത്തെ വീടുകളും ജീവജാലങ്ങളും മനുഷ്യരെ എല്ലാം എടുത്ത് നേരെ കൊണ്ടുപോയി അങ്ങോട്ട് കളയുക ചെയ്ത്. അവിടെ എന്തുകൊണ്ടായിരിക്കും പെട്ടെന്ന് അത് പൊട്ടാൻ കാരണം? അവിടെ ഒരു ശക്തി വന്നിരുന്നു. ആ ശക്തി എന്താണ്? കാരണം ഒരു പവർ പ്രഷർ അവിടെ വന്നിരുന്നു. ആ വലിയ മലയിൽ മഴ പെയ്ത് വെള്ളം അവിടെ അടിഞ്ഞ് അത് വളരെ പ്രഷേർഡായി നിന്നപ്പോൾ അവിടെ വെള്ളത്തിന് നിൽക്കാൻ പറ്റാത്ത തരത്തിൽ ആ പ്രഷർ ആ ഒരു മലയിലുണ്ടായപ്പോൾ ആ മല അവിടുന്ന് പൊട്ടി. ആ പൊട്ടി എല്ലാത്തിനെയും എടുത്തു പോയി. അപ്പോൾ അവിടെ ആ ഒരു ഭാഗത്തെ നമ്മളൊരു എല്ലാ ഭാഗവും ഈശ്വരൻ്റെ ഭാഗങ്ങളാണെന്ന് സങ്കല്പിച്ചാൽ ആ ഒരു ഭാഗത്തുണ്ടായ പ്രഷർ ശരിക്കും നമ്മൾ മഹാദേവൻ്റെ ഒരു തൃക്കണ്ണ് കാണുന്ന പോലെ, ഒരു മൂന്നാം കണ്ണ് പോലെ നോക്കേണ്ടി വരും. ആ പ്രഷർ അവിടെ താങ്ങാൻ പറ്റാതെ ഒന്നും ഉണ്ടായ ആ ബ്ലാസ്റ്റ് എടുത്തു പോയത് വളരെ അപകടകരമാണ്. ആ തൃക്കണ്ണിനെ നമുക്ക് അടച്ചു വയ്ക്കാൻ കഴിയുമായിരുന്നു. അവിടെ സെക്യൂറായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യുമായിരുന്നു. കാരണം നിശ്ചിത അളവിലുള്ള പ്രഷറിലുള്ള പവർ ഓരോ ഭാഗത്തും, അതിൽ കൂടുതൽ ഓരോ ഭാഗത്തും വരാൻ സാധ്യതയുണ്ടോ എന്ന് ഇന്ന് നമ്മൾ മനുഷ്യൻ അളക്കാൻ പഠിച്ചിരിക്കുന്നു. അങ്ങനെ അളന്ന് ഓരോ ഭാഗത്തും വരുന്ന പവറുകൾ നമ്മൾ കൂടുതലായിട്ട് അവിടെ വരുമ്പോൾ അവിടെ അതിനുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് നമ്മൾ ചെയ്തു തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ ഓരോ ഭാഗത്തേക്കും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാവില്ല. ഈ അപകടങ്ങൾ ഉണ്ടാവുക എന്നുള്ളതിനാണ് നമ്മൾ തൃക്കണ്ണിനെ കാണുക. അല്ലാതെ ഭഗവാൻ അവിടെ ഒരു വ്യക്തിയായി വന്നു നിന്ന് ഒരു ദിവസം പെട്ടെന്ന് കണ്ണ് തുറന്ന് മുമ്പിൽ കാണുന്ന എല്ലാവരെയും നശിപ്പിക്കുക എന്നുള്ളതല്ല. ഭഗവാൻ എന്നുള്ള ശിവൻ എന്നുള്ള ശക്തിയെ, അതായത് നമ്മൾ ശക്തിയായിട്ട് കണക്കാക്കുമ്പം ഈ ലോകത്ത് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ശക്തി എന്നുള്ളതിനെ നമ്മൾ ഈ ഒരു മെഷറിൽ നമ്മൾ കണക്കാക്കുന്നു. ഏത് ശക്തി എവിടെ ഉപയോഗിക്കുന്നോ, അതിപ്പോൾ നമ്മൾ ന്യൂക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടറുകളായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള നാച്ചുറലായിട്ടുള്ള റിസോഴ്സ് ഡാം ആയിക്കോട്ടെ, ഇങ്ങനെ നമുക്ക് വളരെയധികം സ്റ്റോർ ചെയ്യുന്ന ഏരിയകൾ. ഇപ്പം ഒരു വലിയ ഡാം ഈ പറഞ്ഞ പോലെ നമ്മൾ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ പ്രഷർ അല്ലെങ്കിൽ ഇത്രയും ലോഡ് താങ്ങാൻ വേണ്ടി ആണ് നമ്മൾ ആ ഡാം നിർമ്മിക്കുക. ആ ഡാമിനെ നമ്മൾ മഹാദേവനായിട്ട് സങ്കല്പിച്ചു എന്ന് വിചാരിക്കുക. അവിടെ എന്നാണ് ഒരു തൃക്കണ്ണ് വരിക? കാരണം ഈ പ്രഷർ താങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ ഒരു അപകടമുണ്ട്. അവിടെ വേറൊന്നുണ്ട്, ഒരു സേഫ്റ്റി
പ്രിക്കോഷൻ നിങ്ങൾ എടുത്തു വച്ചില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇത് നഷ്ടപ്പെടാം. അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് നിങ്ങൾ എടുക്കണം എന്ന് ജനങ്ങളെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മനുഷ്യരെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു കഥയിലോ അല്ലെങ്കിൽ ഈ ചിന്തയിൽ ശക്തിക്ക് തൃക്കണ്ണ് കൊടുത്തിട്ടുണ്ടാവുക. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മഹാദേവൻ്റെ കഴുത്തിൽ ഒരു സർപ്പം. ഈ തൃക്കണ്ണ് പോലെ തന്നെ അപകടകാരിയാണ് ഈ സർപ്പവും. അത് കഴുത്തിൽ നിൽക്കുകയാണ്. നമ്മൾ ഏത് ശക്തി ഉപയോഗിക്കുമ്പോഴും ആ ശക്തിയുടെ സ്വഭാവം എന്താണ്? ആ ശക്തി നല്ല രീതിക്കല്ല ഉപയോഗിക്കുന്നത്. കാരണം നമ്മളതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് മുഴുവൻ ഉപയോഗിക്കാതെയാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണമാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് കൃത്യമല്ലെങ്കിൽ എപ്പോഴാണ് ഇത്ര വലിയ ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ സംഭവമോ തീ പിടിക്കുക? ഒരു ചെറിയ വയർ തമ്മിലുള്ള ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ട് എത്ര ഭാഗത്താണ് തീ പിടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ പവറിനെ കൊണ്ടുപോകുന്ന, ആ പവറിനെ യൂസ് ചെയ്യുന്ന ഭാഗങ്ങളെല്ലാം എന്തുമാത്രം സേഫ്റ്റി മെഷേഴ്സ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് നമ്മളെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് മഹാദേവൻ്റെ അല്ലെങ്കിൽ ശിവരൂപത്തിൽ ഇത്രയധികം എന്താ പറയുക നമ്മളെ മനസ്സിലാക്കുന്ന ഉദാഹരണങ്ങൾ കാണിച്ചു തന്നിട്ടുള്ളത്. ഇപ്പോൾ തൃക്കണ്ണ്, സർപ്പം, അതുപോലെ തന്നെ ശിവൻ്റെ ജടയിൽ ഗംഗാ നദിയെ കൊണ്ടു നടക്കുന്നത് എന്താണ് എന്നുള്ളതിനെപ്പറ്റി സത്യത്തിൽ എനിക്ക് അതിനൊരു ശാസ്ത്രീയത എനിക്ക് പറയാൻ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം ഞാനിതിലേക്ക് കൂടുതൽ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ശിവന് ധാര കൂടുതൽ വരിക? ഒരു പക്ഷേ ശിവൻ്റെ ജടയിൽ വെള്ളം എപ്പോഴും കൊണ്ടുവയ്ക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഗംഗാ നദി എന്നപ്പുറത്തേക്ക് എപ്പോഴും അവിടെ എന്തിനായിരിക്കാം വെള്ളം വച്ചിട്ടുണ്ടാവുക? നമുക്ക് കൃത്യമായിട്ടറിയാം, ഒരു ന്യൂക്ലിയർ റിയാക്ടർ എപ്പോഴും തണുപ്പിച്ച് നിർത്തുക എന്നുള്ളത് അല്ലെങ്കിൽ അത് വെള്ളത്തിനടിയിലൊക്കെ വയ്ക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് അതിൻ്റെ സേഫ്റ്റി മെഷറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ചൂട് വന്നാൽ ഇതിനകത്തുള്ള ബ്ലാസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. ശിവക്ഷേത്രത്തിൽ നമ്മൾ കഴിക്കുന്ന വഴിപാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്താ? ധാര, അഭിഷേകം തുടങ്ങിയതാണ്. കാരണം ഇത് കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഹൈ പ്രഷേർഡ് ആയിട്ടുള്ള ഒരു പവറാണ് അവിടെയുള്ളത്. ആ പവർ എന്നുള്ള സാധനം പവർ പെട്ടെന്ന് പുറത്തേക്ക് വന്നാൽ അത് അപകടകരമാണ്. അതിനെ അത്ര കണ്ട് സേഫായിട്ട് സൂക്ഷിക്കണമെങ്കിൽ അവിടെ എപ്പോഴും തണുത്ത് തന്നെ ഇരിക്കണം. അതുകൊണ്ട് തന്നെ ധാരയ്ക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം ശിവൻ്റെ ശിരസിൽ എപ്പോഴും വെള്ളം വച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സങ്കല്പം. അതായത് ഗംഗ എന്നുള്ള നദി പോലെ അത്രയധികം എന്താ പറയുക തണുക്കാൻ പാകത്തിനുള്ള വെള്ളം അവിടെ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ള സങ്കല്പം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. എന്തായിരുന്നു ആലോചിച്ച് നോക്കൂ, ഓരോന്നും നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുമ്പോൾ ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഈശ്വരൻ്റെ പല ഭാവത്തിൽ പല രൂപത്തിൽ പൂർവികർ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളതിനെ വെറും കഥയായി മാത്രം കണ്ട് ആ കഥയുടെ ആസ്വാദനത്തിനും അല്ലെങ്കിൽ കഥയുടെ ഭക്തിയിലേക്ക് മാത്രം പോകുമ്പോൾ തൊട്ടിപ്പോഴും നമ്മൾ എന്താ പറയുക നമ്മൾ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇവിടെ ചെയ്യേണ്ട പ്രിക്കോഷൻസ്, ശക്തിയെ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രിക്കോഷൻസ് ചിലപ്പോൾ മറന്നു പോകുന്നുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. സത്യത്തിൽ ശാസ്ത്രവും ആധ്യാത്മികമായിട്ടുള്ള ചിന്തകളും തമ്മിൽ യാതൊരു അന്തരവുമില്ല. ഇത് രണ്ടും ഒരേപോലെ ഉപയോഗിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.